മുബിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാ പുതിയ യൂട്യൂബേഴ്സിനും ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ നമുക്ക് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ആനിമേഷൻസ്, യൂട്യൂബ് ആനിമേഷൻസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആനിമേഷൻ, ലൈക്ക് ആനിമേഷൻ, ബെൽ ആനിമേഷൻ പോലുള്ള ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത്തരം ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ മൊബൈലിൽ കഴിയില്ല എന്നുള്ളതാണ് പലരുടെയും ധാരണ. എന്നാൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. കൈൻമാസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈലിൽ തന്നെ ഇത്തരം ആനിമേഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെ കൈൻമാസ്റ്ററിൽ ഈ ആനിമേഷൻസിനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ആനിമേഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഗൂഗിളിൽ നിന്നും കുറച്ച് ആനിമേഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനായി നമ്മൾ ക്രോമിൽ പോയിട്ട് സെർച്ചിൽ സബ്സ്ക്രൈബ് ആനിമേഷൻസ് എന്നോ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കും. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ആനിമേഷൻസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നമുക്ക് ഏതാണോ ആവശ്യം ആ ആനിമേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രീ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. താഴെ നമുക്ക് ഡൗൺലോഡ് ആയതായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോവാം. ഇങ്ങനെ നമുക്ക് ഒന്നോ അതിലധികമോ ആനിമേഷൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിൽ ക്രിയേറ്റ് ന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം 16:9 എന്നുള്ള ആ ഒരു റേഷ്യോയിലുള്ള വീഡിയോസാണ് നമുക്ക് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന ഫോൾഡറിൽ നിന്നും ഡൗൺലോഡ്സ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആനിമേറ്റഡ് വീഡിയോസൊക്കെ അവിടെ ലഭിക്കും. അതിൽ നിന്ന് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയല്ലേ വന്നത് എന്നുള്ളത് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് പ്ലേ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഓക്കെയാണ്. ഇനി നമുക്ക് അവിടെ ഒരു പിക്ചർ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിലേക്ക് പിക്ചർ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി ലെയേഴ്സിൽ മീഡിയ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ പിക്ചേഴ്സ്, ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് സ്യൂട്ടാവുന്ന രൂപത്തിൽ ഇതിനെ നമ്മൾ ക്രോപ്പ് ചെയ്തൊക്കെ ശരിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോപ്പിൽ പോവുക. ക്രോപ്പിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം മാസ്കിൽ നമ്മൾ എനാബിൾ ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ഷേപ്പ് എന്നുള്ള സംഗതി കിട്ടും. അതിൽ നമ്മൾ ഷേപ്പിൽ സർക്കുലർ ഷേപ്പ് എടുക്കുക. കാരണം അവിടെ സർക്കുലർ ഷേപ്പിലാണ് ആ ഇമേജ് വെക്കേണ്ട സ്ഥലം കാണിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ക്രോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അത് നീക്കി കൊടുക്കാനായിട്ട് പറ്റും. ക്രോപ്പ് ചെയ്യുന്ന ആ ഒരു പ്രത്യേക ഷേപ്പിനെ നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് അവൻ്റെ മുഖം എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടിടാം. ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇമേജ് അവിടെ കാണുന്ന ഷേപ്പിനേക്കാളും കുറച്ച് വലുതാണ്. ഞാൻ അവൻ്റെ മുഖം കുറച്ചുകൂടെ ഒന്ന് ക്ലിയറായി കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലുതായിട്ട് എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ വലുതോ ചെറുതോ ഒക്കെ ആക്കാൻ പറ്റും. ഇനി നമുക്ക് താഴത്തെ ബാറിൽ ആനിമേഷൻ്റെ അത്രയും ഡ്യൂറേഷൻ തന്നെ നമ്മുടെ ഇമേജിനും കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ ഇമേജ് അത്രയും സമയം നീണ്ടു നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആനിമേഷനിൽ ഇമേജ് ഇല്ലാതെയായി പോവും. ഇനി സ്പേസിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇനിയും ചെയ്യാം. ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ ചാനലിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെയേഴ്സിൽ പോയിട്ട് അതിൽ ടി എന്നുള്ളൊരു ബട്ടൺ കാണും. ആ ടി ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അലീസ് വണ്ടർ വേൾഡ് എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് കാണുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി മുകളിൽ ആ റെക്റ്റാങ്കിളുള്ള കളറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറ് സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ കറുപ്പ് കളറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അലീസ് വണ്ടർ വേൾഡ് ഇപ്പോൾ കറുപ്പ് കളറിൽ കാണുന്നുണ്ട്. ഇനി നമുക്കതിനെ സ്പേസ് മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ മാറ്റി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ടൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ക്യാപിറ്റൽ എ സ്മോൾ എ എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോണ്ട് പല ഫോണ്ടും വരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സ്ഥാനം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആനിമേഷൻ എങ്ങനെ കാണും നോക്കാം.
അപ്പോൾ നമുക്ക് കാണാം ആനിമേഷൻ വർക്ക് ചെയ്യുന്ന അത്രയും സമയം തന്നെ നമ്മുടെ ടെക്സ്റ്റും നമ്മുടെ പിക്ചറും എല്ലാം പോകുന്നുണ്ട്. നമ്മളിത് സേവ് ചെയ്ത് വെക്കുക. ഇനി വീണ്ടും നമ്മൾ കൈൻമാസ്റ്ററിൽ ക്രിയേറ്റ് ന്യൂവിൽ പോയിട്ട് നമുക്ക് ഏത് വീഡിയോയിലാണോ ഈ ആനിമേഷൻ കൊടുക്കേണ്ടത് ആ വീഡിയോ പോയി സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു മൂണിൻ്റെ ചെറിയൊരു വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത്. ഇതെൻ്റെ മോള് ഫോട്ടോ എടുത്തപ്പോൾ അറിയാതെ വീഡിയോ ആയി പോയതാണ്. ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആനിമേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സെലക്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സൂം ചെയ്തെടുക്കണം. നമ്മുടെ കൈൻമാസ്റ്ററിൽ ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് സാധ്യതകളുള്ളൊരു ആപ്പാണ് നമ്മുടെ കൈൻമാസ്റ്റർ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ഇപ്പോൾ സൂം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആനിമേഷൻ ഇതിലേക്ക് കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെയേഴ്സിൽ പോയിട്ട് നമ്മുടെ മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആനിമേഷൻ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. കൈൻമാസ്റ്ററിൻ്റെ ആ ഫോൾഡറിൽ നിന്ന് നമുക്ക് ആ ആനിമേഷനെ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു പച്ച കളറിലാണ് കാണുന്നത്. നമ്മുടെ വീഡിയോ ആ ഭാഗത്ത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. അതിനുവേണ്ടി നമുക്ക് ക്രോമയിൽ സെലക്ട് ചെയ്യാം. ക്രോമാക്കി ഇപ്പോൾ അതിൽ സെലക്ട് ചെയ്തു. അത് നമ്മൾ എനാബിൾ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ അവിടെ കാണാം. ഇനി നമുക്ക് നമ്മുടെ ഈ ആനിമേഷന് ആവശ്യമുള്ള സൈസും കാര്യമൊക്കെ ആക്കി കൊടുക്കാം. എവിടെയാണോ വെക്കേണ്ടത് അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വെക്കാം. നമ്മുടെ സ്പേസ് എവിടെ വേണമെങ്കിലും അവിടെ കൊണ്ടുപോയി വെക്കാം. ഇനി നമുക്കിതിന് ഇന്ന ആനിമേഷനും ഔട്ട് ആനിമേഷനും കൊടുക്കണം. അതായത് നമ്മുടെ വീഡിയോയിലിത് എങ്ങനെയാണ് വരേണ്ടത്, വരുന്ന സമയത്ത് പറന്ന് വരണോ അതോ ക്ലോക്ക് വൈസിൽ വരണോ, ഫെയ്ഡായി പോകണോ, അങ്ങനെ ഏത് രൂപത്തിലാണ് വരേണ്ടത്, ഏത് രൂപത്തിലാണ് ഔട്ടായി പോവേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിന് ഒരുപാട് ആനിമേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഇന്ന ആനിമേഷനിൽ ഞാൻ ക്ലോക്ക് വൈസാണ് കൊടുക്കുന്നത്. ഞാനൊന്നും കൂടെ കാണിക്കാം. ഇനി നമുക്ക് ഔട്ട് ആനിമേഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഔട്ട് ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫെയ്ഡാണ്. ഇപ്പോൾ ഫെയ്ഡ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ കൈൻമാസ്റ്ററിൻ്റെ ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം നല്ല കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ആനിമേഷൻ ചേർത്തിട്ടില്ലാത്ത എല്ലാവരും ഇതിനായിട്ട് ശ്രമിക്കുക. തീർച്ചയായും ഇത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടിത്തരികയേ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിലപ്പെട്ടൊരു കാര്യം പറഞ്ഞു തന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ മറക്കല്ലേ, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു.